എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ടേസ്റ്റി ആയിട്ട് ഒരു തരി പോലും മായമില്ലാതെ നെയ്യപ്പം പെർഫെക്റ്റ് ആയിട്ട് ഇനി ആർക്കും വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു നെയ്യപ്പത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ഒരു തരി പോലും മായം ചേർക്കുന്നില്ല. വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നതും. നമ്മുടെ അമ്മമാര് പണ്ടുണ്ടാക്കി തന്നിരുന്ന അതേ ഒരു രീതിയിൽ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ പാചകവും. ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. ഇതുപോലുള്ള എണ്ണപ്പലഹാരങ്ങളൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ വയറ് പെട്ടെന്ന് തന്നെ വീർത്ത് വരാറുണ്ട്. അങ്ങനെ വരുന്നത് നമ്മൾ സോഡാക്കാരം ചേർത്ത് തയ്യാറാക്കുമ്പോഴാണ്. ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് മാത്രമല്ല നമ്മുടെ വയറിനും വളരെ തന്നെ നല്ലതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഒരു തരി പോലും മായമില്ലാത്ത നെയ്യപ്പം നമ്മുടെ കൈകൊണ്ട് ഇനി ഉണ്ടാക്കി കൊടുക്കാനും സാധിക്കും. നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മാവ് കോരി ഒഴിച്ചു കൊടുക്കുമ്പോൾ എണ്ണയുടെ ചൂട്. നെയ്യപ്പം എണ്ണയിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കുമ്പോൾ വളരെ തീ കുറച്ച് വെച്ച് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. നെയ്യപ്പം രണ്ടു ഭാഗവും നല്ലോണം മുരിഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം ഇതൊന്ന് കോരിയെടുക്കാനായിട്ടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ ഉപകാരപ്രദമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ.